ഹായ്, മലയാളത്തിൽ ആരെങ്കിലൊക്കെ ചെയ്ത് കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു ജോണറായിരുന്നു ടൈം ട്രാവൽ. അപ്പൊ ടൈം ട്രാവൽ ജോണറിൽ മലയാളത്തിൽ സിനിമയിലേയും ചോദിച്ചു കഴിഞ്ഞാൽ ചുരുളിയുണ്ട്, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ. പക്ഷെ ചുരുളിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ആ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ വളരെ ലോക്കൽ ആയിട്ടുള്ള, മോസ്റ്റ്ലി തെറി ആയതുകൊണ്ട് തന്നെ അതൊരു തെറിപ്പടമാണെന്നൊരു വികാരം പൊതുവെ ആൾക്കാർക്കുണ്ട്. ആ സിനിമ കാണുന്ന തന്നെ തെറി കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു ധാരണ പൊതുവെ ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് വളരെ സഭ്യമായ ഭാഷയിലുള്ള ഒരു ചുരുളി, അതാണ് ഞാൻ ഇന്നലെ കണ്ട സിനിമ. സംഭവം അധ്യായം 1. ജിത്തു ആണ് സിനിമയുടെ ഡയറക്ടർ. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള മൂവി കേട്ടോ. ഇത് ടൈം ട്രാവൽ കാണാന്ന് വെച്ചാൽ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് മലയാളത്തിൽ ഇത് എങ്ങനെ ഇവര് എക്സിക്യൂട്ട് ചെയ്യും, എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ആരെങ്കിലൊക്കെ ചെയ്ത് കാണണം എന്നുള്ളത്. പക്ഷെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള മൂവി. 2 മണിക്കൂറേ ഉള്ളൂ പടത്തിന്റെ ഡ്യൂറേഷൻ, 2 മണിക്കൂർ 9 മിനിറ്റ്. പക്ഷെ 2 മണിക്കൂർ ഉണ്ടല്ലോ, മണിക്കൂർ കൊണ്ട് നമ്മൾ വല്ലാണ്ട് എക്സൈറ്റഡ് ആയിട്ടില്ലേ, ഒരു ക്ലോസ്ട്രോഫോബിയ പിടിച്ച പോലെ. എങ്ങനെയെങ്കിലും ഒരു പുറത്ത് കടന്നാൽ മതി എന്നാ ഇപ്പൊ ആ ചുരുളിയിൽ നിന്ന്, ആ ഒരു ലൂപ്പിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാവും. ആ 2 മണിക്കൂർ ഡ്യൂറേഷൻ അവര് അത് എന്താണ് അത്രയും ചുരുക്കിയത് ഒരു കണക്കിന് നന്നായി. കുറച്ചൊന്ന് വലിഞ്ഞു പോയിരുന്നെങ്കിലില്ലേ, ഒന്നല്ലെങ്കിൽ ആൾക്കാർ എക്സോസ്റ്റഡ് ആയി പോകും, അല്ലെങ്കിൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്യും. പെർഫെക്റ്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആയിരുന്നു. പടത്തിന്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള ആള് അർജുൻ പ്രകാശ് ആണ്, നല്ല വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടറുടെ പേര് പറയണം, ഗോഡ്വിൻ തോമസ് ആണ്. ഒരു ഗോഡ് ലെവൽ മ്യൂസിക്. അതായത് ഈ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് ഒരു പ്രത്യേകതരം ഒരു സൗണ്ട് അവിടെ വരുന്നുണ്ട്. ഒരു വല്ലാത്തൊരു ഫ്രീക്വൻസിയിലാണ് ആ സൗണ്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. കുറെ ഇങ്ങനെ പക്ഷികൾ കാക്ക പറക്കുന്ന പോലത്തെ ഒരു സൗണ്ട്, അതുപോലെ തന്നെ വല്ലാത്തൊരു ഫീൽ അവിടെ അവർ യൂസ് ചെയ്തിട്ടുള്ള മ്യൂസിക് ഫ്രീക്വൻസി വെച്ചാൽ നമ്മൾ വല്ലാണ്ട് ഡിസ്റ്റർബ് ആയിപ്പോ. സിനിമയിലെ ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെ ആവുന്നുണ്ട്. ഈ ചെവിയെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് കേൾക്കുക വെച്ചാൽ ഒന്ന് അത് കഴിഞ്ഞാൽ മതിയായിരുന്നു നമുക്ക് തോന്നും, ആ ഒരു മ്യൂസിക്കിന്റെ ചെറിയൊരു ഭാഗം. അത്രയും നല്ല രീതിയിലാണ് എന്റെ മ്യൂസിക് പാർട്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഇവരൊരു ഷോർട്ട് ഫിലിമോ അങ്ങനെ എന്തോ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. ആ ഷോർട്ട് ഫിലിമിന് ബേസ് ചെയ്തിട്ടാണ് ഈ പടം വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ഷോർട്ട് ഫിലിമിന്റെ ചെറിയൊരു ഫ്ലേവർ ഈ പടത്തിന് അടിക്കുന്നുണ്ട്. അത് വെച്ചാൽ കംപ്ലീറ്റ് ഷോർട്ട് ഫിലിം ആയി പോയെന്നല്ല, പക്ഷെ ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആർട്ടിസ്റ്റുകളുടെ ക്യാമറ അപ്പിയറൻസ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, ക്യാമറ ഫേസ് ചെയ്യുന്നത്, ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നതിലൊക്കെ എവിടെയും ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ വല്ലാണ്ട് മോശമായി പോയിട്ടൊന്നുമില്ല. മോശമായി പോയിരിക്കാനുള്ള പ്രധാന കാരണം ഈ പടത്തിന്റെ കോർ എന്ന് പറയുന്നില്ലേ വളരെ സ്ട്രോങ് ആണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് ഇല്ലേ വേറൊരാൾക്ക് നരേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഇല്ലേ ഒരു വലിയ ടാസ്ക് ആണ്. ഇയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണ്ടേ, ഇങ്ങനെ ഇയാള് ലൂപ്പിനുള്ളിൽ പെടും. അതായത് ഓരോ കഥാപാത്രങ്ങളും ലൂപ്പിനുള്ളിലേക്ക് വരണം. ഏകദേശം 30 കൊല്ലം പഴക്കം ഓൾറെഡി ഉണ്ട്. വീണ്ടും ഒരു ഹിസ്റ്ററിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇതിന്നൊക്കെ അൺലോക്ക് ചെയ്ത് പുറത്തിറങ്ങണം. സോ ഒരു ആർട്ടിസ്റ്റിനെ ഈ കഥ പറഞ്ഞ കൺവിൻസ് ചെയ്യാൻ ഒരു വലിയ ടാസ്ക് ആയിരിക്കും. ആൾക്കാർക്ക് ഇത് കത്തണം. ഈ സാധനം പൊട്ടിക്കഴിഞ്ഞാലേ ഇവർക്ക് മനസ്സിലാവും എന്താ ചെയ്യുന്നതെന്നുള്ളത്. സോ അതൊരു വലിയ ടാസ്ക് ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ തിയേറ്ററിൽ കണ്ടാലുണ്ടല്ലോ നമുക്ക് വേർത്ത് വാച്ചിങ് ആയിട്ടൊരു മൂവിയാണ്. ഒരിക്കലും ഈ 2 മണിക്കൂർ നമുക്ക് വേസ്റ്റ് ആയി തോന്നൂല. പ്രത്യേകിച്ച് ടൈം ട്രാവൽ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണെങ്കിൽ ഇത് നല്ലൊരു എന്താണ് ബെഞ്ച് മാർക്കാണ് ഈ പടം. അതായത് ഇങ്ങനെയുള്ള ജോണറിലുള്ള പടങ്ങൾ വന്നു കഴിഞ്ഞാലില്ലേ നമുക്ക് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് സിനിമകളൊക്കെ കാണാൻ വേണ്ടി തോന്നും. ഒന്നുമില്ലെങ്കിൽ 2 മണിക്കൂർ നമുക്ക് വെറുതെ പേടിക്കാനൊക്കെ പറ്റും. പേടി മീൻസ് ഹൊറർ ടൈപ്പ് പേടിയല്ല, നമ്മളെ ഒരു റൂമിനുള്ളിലോ അല്ലെങ്കിൽ നമ്മളെവിടെയും പെട്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ പുറത്ത് കിടക്കാന്ന് നമ്മൾ ലോജിക്കലി അങ്ങനെ തിങ്ക് ചെയ്യില്ലേ. അത് നമ്മുടെ മൈൻഡിനൊരു ഒരു വർക്ക് കിട്ടുന്ന പോലെയാണ്. നമുക്കിങ്ങനെ ആലോചിച്ച് ഇതെങ്ങനെ പുറത്ത് കിടക്കും, നമ്മൾ ആ സിനിമയുടെ ഉള്ളിൽ കയറിയിട്ട് ആലോചിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ പിടിച്ചിരുന്ന രീതിയിൽ തന്നെയാണ് സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു നല്ല ക്രാഫ്റ്റ് ആയിരുന്നു ജിത്തു മംഗലത്തിന്റെ. പിന്നെ എനിക്ക് ഇതിൽ ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയത് ഈ പടത്തിലെ ആർട്ടിസ്റ്റുകൾ. അഷ്കർ അലിയാണ് മെയിൻ ലീഡ് റോൾ ചെയ്തിട്ടുള്ളത്. അഷ്കർ അലി പിന്നെ അതുപോലെ തന്നെ പുതിയ ആർട്ടിസ്റ്റുകളാണ്. എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടൊന്നും ഞാൻ ഇതുവരെ കാണാത്ത ആർട്ടിസ്റ്റുകളാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ പോലീസുകാരുടെ അഭിനയിച്ചിട്ടുള്ള 2 ആൾക്കാരെ മാത്രമേ ഞാൻ ഇതിനു മുമ്പുള്ള സിനിമകളിൽ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പക്ഷെ പുതിയ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിലല്ലോ ഇല്ലേ ഒരു പരിചയക്കുറവ് തോന്നുന്നുണ്ട്. അഷ്കർ അലിയും സെയിം തന്നെയാണ്. അഷ്കർ അലിയുടെ ഒരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാലില്ലേ, ഇയാള് ഈ ടെൻഷൻ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ഇയാള് കൊടുക്കുന്ന എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഈ 2 കൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ഇതാക്കുന്ന എക്സ്പ്രഷൻ ആണ് എല്ലാത്തിനും. ഇയാൾക്ക് നിരാശ വരുമ്പോഴും ഇതേ എക്സ്പ്രഷൻ, ദേഷ്യം വരുമ്പോഴും ഇതേ എക്സ്പ്രഷൻ, കൺഫ്യൂഷൻ വരുമ്പോഴും ഇതേ എക്സ്പ്രഷൻ. കൈ ഇങ്ങനെ 2 എടുത്തിട്ട് ഇങ്ങനെ ആക്കൂല. അത് വളരെ കോമൺ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഇതിന് മുമ്പുള്ള ചില സിനിമകളിലെല്ലാം അതായത് നമ്മുടെ കിളി പാറിപ്പോകുന്ന ചില മൊമെന്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഷട്ടർ ഐലൻഡ് എല്ലാം കാണുന്ന സമയത്ത് ഡിക്കാപ്രിയോടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് എക്സ്ട്രീം ക്ലോസ് റേഞ്ചിൽ വെച്ചൊരു സാധനമുണ്ട്. കണ്ണുകൊണ്ട് മുഖത്തിന്റെ ഭാവങ്ങളെല്ലാം മാറുന്ന ഒരു സാധനമുണ്ട്. ഷട്ടർ ഐലൻഡ് കേൾക്കുന്ന സമയത്ത് നമ്മുടെ
മനസ്സിലേക്ക് വരുന്ന ഫസ്റ്റ് ഇമേജ് വെച്ചാല് ഡിക്കാപ്രിയോയുടെ ആ ഒരു വണ്ടർ വെച്ചാല് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു മുഖമാണ്. അതുപോലെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ അവസരങ്ങളാണ് ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് എല്ലാം. സോ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് തെറ്റില്ല എന്ന് തോന്നി. പിന്നെ ഈ തല ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് കൺഫ്യൂഷൻ കാണിക്കുന്നതിൽ വളരെ ചൈൽഡ് ലെവലായിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഒരു പ്രാവശ്യമാണ് കുഴപ്പമില്ല, പക്ഷെ റിപ്പീറ്റഡ്ലി ഇതിനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തില്ലേ നമുക്ക് ഒന്ന് മാറ്റി പിടിക്കാമായിരുന്നു എന്ന് തോന്നും. പിന്നെ അഷ്കറിന്റെ തൊട്ട് മുമ്പുള്ള സിനിമകളെ കമ്പയർ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇയാള് ബെറ്റർ ആയി വരുന്നുണ്ട്, മനസ്സിലായോ? അതായത് മോശമൊന്നുമല്ല, ആള് പണി പഠിച്ച് വരുന്നുണ്ട്. സോ മേ ബി നമുക്കൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ കിട്ടുമായിരിക്കും. നന്നായി ചെയ്യുന്നുണ്ട് അയാൾ, ട്രൈ ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? വല്ലാണ്ട് വീക്കായി പോകുന്നൊന്നുമില്ല, ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ജോഗ്രഫിയിലേക്ക് പോയി കഴിഞ്ഞാലില്ലേ, ആ കാക്കയുടെ ഒരു രൂപവും സ്റ്റാച്യു എല്ലാം വരുന്ന സമയത്ത് നമ്മൾ തന്നെ ഒരു ഘട്ടത്തിൽ പേടിച്ചു. അതായത് ഈ പ്രേതം ഭൂതം അമ്മാതിരി പരിപാടിയൊന്നും ഇല്ലാതെ നമ്മളൊരു ലൂപ്പിനുള്ളിൽ പെട്ടുപോയി കഴിഞ്ഞിട്ട് ഇതെങ്ങനെ പുറത്തു കിടക്കും അങ്ങനെ ചിന്തിച്ചിട്ട് തന്നെ നമുക്ക് പേടിയായി പോകും. സോ ഈ 2 മണിക്കൂർ എന്ന് പറയുന്നതില്ലേ, നമുക്ക് ഒരുപാട് സമയം പോലെ തോന്നും തിയേറ്ററിൽ. കാരണം നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറി ചിന്തിക്കാൻ തുടങ്ങുന്നത് കൊണ്ട് ഒന്ന് കടന്നു കിട്ടിയാൽ മതി എന്നാവും. ഇത് ത്രില്ലർ അല്ലല്ലോ, എന്ന് വെച്ചാല് ഈ ചെയ്സോ ഫൈറ്റോ അമ്മാതിരി പരിപാടിയൊന്നുമില്ല. കുറെ ആൾക്കാർ പെട്ടുപോയി, ഇവർക്ക് പുറത്തു വരണം. സോ അത് കണ്ടിരിക്കാൻ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ തിയേറ്ററിൽ ആൾക്കാർ കമ്പാരിറ്റീവ്ലി നല്ലോണം കുറവാണ്. സോ സിനിമ പ്രാന്തന്മാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പടം ഒരിക്കലും മിസ് ചെയ്യരുത്. അതായത് ഈ പടത്തിന്റെ കണ്ടു കഴിഞ്ഞാലില്ലേ, കിളിയെല്ലാം പാറിപ്പോ. ഈ പോയ കിളികളെല്ലാം തിരിച്ചു വരാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. ചിലർക്കൊക്കെ കിളിയേ വരില്ല. എന്ന് വെച്ചാൽ ഈ സാധനം ആദ്യം കത്തണം. അത് ഈ ടൈം ട്രാവൽ ആണെന്നും ഇങ്ങനെയാണ് ഈ പടത്തിന്റെ ജോണർ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ മനസ്സിലാത്തവരോട് പറഞ്ഞ കാര്യമൊന്നുമില്ല. സോ ടൈം ട്രാവൽ ഒക്കെ ഇഷ്ടപ്പെടുന്ന സിനിമ പ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർ കയറി കാണുക. നല്ല വർക്കായിരുന്നു. എഡിറ്റിംഗ്, മ്യൂസിക് ഡയറക്ഷൻ, അതുപോലെ തന്നെ ഈ ശബ്ദ മിശ്രണം ഉണ്ടല്ലോ, മ്യൂസിക് മിക്സിംഗ് ഉണ്ടല്ലോ, അതൊക്കെ നന്നായിരുന്നു. ആർട്ടിസ്റ്റുകളുടെ കുറച്ച് ഷോർട്ട് ഫിലിം ലെവൽ പെർഫോമൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു മേക്കിംഗ് തന്നെയാണ്. നല്ല കഥ, നല്ല തിരക്കഥ, നല്ല ഡയറക്ഷൻ. സോ നല്ലൊരു ഫ്രഷ് അറ്റംപ്റ്റ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മലയാളത്തിൽ ഇതുപോലെ വെറൈറ്റി സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പെണ്ണും പൊറാട്ടം വന്നു, അതിനുശേഷം മസ്തിഷ്ക മരണം വന്നു. ഈ വീക്കില് സംഭവം അധ്യായം 1. സംഭവം എന്നുള്ള പേര് ഞാൻ കേട്ടപ്പോഴത്തേക്ക് ഇത് ഒരു നോർമൽ സാധാരണ വരുമല്ലോ, ഈ പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ചില സിനിമകളൊക്കെ അങ്ങനെ വരുമല്ലോ, അങ്ങനെ ഒരു പടമായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിൽ ശരിക്കും ഒരു സംഭവം തന്നെയാണ്. സംഭവം ഉണ്ട്, സംഭവം ഇருக்கு. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.